ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ നിർണായക രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡി സമൻസ് അയച്ച പലരുടെയും വിവരങ്ങളടങ്ങിയ ഡയറി ലഭിച്ചത്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ചതാണ് ഈ വിവരങ്ങൾ എന്നാണ് വിജിലൻസിന്റെ നിഗമനം. ഫോണിലൂടെ കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും പരാതി ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കുമെന്നും വിജിലൻസ് SP S ശശിധരൻ പ്രതികരിച്ചു. ചോദ്യം തുടരുകയാണ്. ഞങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്. അത് നമുക്കൊന്നത് പരിശോധിക്കണം. എന്തായാലും നമ്മുടെ അടുത്ത് വരുന്ന ഇൻഫർമേഷൻ നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നുണ്ട്. റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് പരിശോധിച്ച് പറയാം. കുറച്ച് ഗാഡ്ജറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പരിശോധിച്ച് പറയാം. എന്തായാലും കേസിൽ വിശദീകരണവുമായി ഇഡിയും രംഗത്തെത്തിയിട്ടുണ്ട്. പരാതിക്കാരനായ അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയാണെന്നും ഇഡിയും ആരോപിച്ചിട്ടുണ്ട്. ശരൺ SS ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ SS, നമ്മൾ കടുവയെ പിടിച്ച കിടുവ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇഡിയെ പിടിച്ച് വിജിലൻസിന്റെ വാർത്ത പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഇഡി വിശദീകരണവുമായി രംഗത്ത് വരുന്നു. മാധ്യമങ്ങളെ ഉപയോഗിച്ച് വിചാരണ നടത്തുകയാണെന്നാണ് ഇഡി പറയുന്നത്. ഇതേ ഇഡിയെ ഉപയോഗിച്ച് വിചാരണ നടത്തുകയായിരുന്നു എന്നാണ് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത്. എന്താണ് സംഭവിക്കുന്നത് ശരൺ? അരുൺകുമാർ, ഇഡിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് വിജിലൻസ് കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാനാണ് വിജിലൻസ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ തന്നെ വിശദമായ പരിശോധനകൾ നടന്നിരുന്നത്. അങ്ങനെ പരിശോധന നടന്നപ്പോഴാണ് ചാർട്ടേഡ് അക്കൗണ്ടായ രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിൽ നിന്ന് ചില സുപ്രധാനമായിട്ടുള്ള രേഖകൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒരു ഡയറിയാണ്. ഈ ഡയറിയിൽ ഉള്ളത് ഇഡി സമൻസ് അയച്ച വ്യവസായികൾ അടക്കമുള്ള പലരുടെയും വിവരങ്ങളാണ്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ തന്നെ രഞ്ജിത്ത് സൂക്ഷിച്ചത് അത് ഈ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൈക്കൂലി വാങ്ങുന്നതിനായിട്ടാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത് അല്ലെങ്കിൽ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് വിജിലൻസ് എത്തിയിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ ആ ഓഫീസിൽ നിന്ന് ഒരു ലാപ്ടോപ്പും ഐഫോണും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത് രണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഈ ഇഡി ഓഫീസിലെ നിത്യ സന്ദർശകനായിരുന്ന രഞ്ജിത്തിൻ്റെ ഇഡി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധം പുറത്തു കൊണ്ടുവരുമെന്ന ഒരു കണക്കൂട്ടലിൽ കൂടിയാണ് വിജിലൻസ് ഉള്ളത്. ഇതിനിടയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങളിൽ വിശദീകരണവുമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പ്രധാനമായും പറയുന്നത് പരാതിക്കാരനായ അനീഷ് ബാബു PMLA കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളെ ഉപയോഗിച്ച് വിചാരണ നടത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇഡി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ്. അനീഷ് ബാബു പറയുന്നത് പോലെ മാർച്ച് 25-ന് സമൻസ് നൽകിയിരുന്നില്ല. മാർച്ച് 31 വരെയുള്ള കാലയളവിൽ ആ സമയത്ത് ഇഡി ഉദ്യോഗസ്ഥർ പ്രധാനമായും ഈ വിവിധ കേസുകളിലെ കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാർച്ച് 25-ലേക്ക് സമൻസ് നൽകിയിരുന്നില്ല എന്നുള്ള വിശദീകരണം കൂടിയാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇഡി പറയുന്ന മറ്റൊരു കാര്യം, ഉന്നത ഉദ്യോഗസ്ഥരുടെ, അതായത് പ്രത്യേകിച്ച് അഡീഷണൽ ഡയറക്ടറുടെ അനുമതിയില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും സമൻസ് അയക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് ഇഡി വിശദീകരിക്കുന്നത്.